ഹായ് മൈ ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഈ യൂസ്ഡ് കാറൊക്കെ എടുക്കുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പം നിങ്ങളിത് വണ്ടി യൂസ്ഡ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു ഇൻസിഡൻ്റാണ് പറയാനായിട്ട് പറഞ്ഞത്. റീസെൻ്റ് ഇതേപോലെ തന്നെ വന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു. അപ്പോൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു വണ്ടി വളരെ മോശമാണ്. അപ്പോൾ ആദ്യം വണ്ടി എടുത്തു കഴിഞ്ഞു, ഒരാഴ്ചൻ്റെ മേലെ വണ്ടി എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വർക്ക് എടുക്കുകയാണ്. അപ്പം ഞാൻ കൂടെ കാണിച്ചപ്പോൾ പറഞ്ഞു കൂടെ വളരെ മോശമായി കൂടെ നല്ല കൂടെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ വിട്ടു. അങ്ങനെ അദ്ദേഹം രണ്ടാമത്തെ ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ വന്ന സമയത്ത് എൻ്റെ വർഷോപ്പിന് മുമ്പിൽ വെച്ചിട്ട് വണ്ടി ഓഫായ സമയത്ത് ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അതേ പറഞ്ഞ ബാറ്ററിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാറ്ററി എല്ലാം നോക്കാൻ വെച്ചിട്ട് കമ്പ്യൂട്ടർ ചെക്ക് ഓൾമോസ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഇഷ്യൂ. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരാഴ്ചത്തിന് മുമ്പ് വണ്ടി എടുത്തതായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗിയർ ബോക്സിൻ്റെ കംപ്ലൈൻറ്റ് ആയിരുന്നു. നമുക്ക് ആ വണ്ടി ഏകദേശം ഒരു 90,000 ആയി. അത് കഴിഞ്ഞ ശേഷം ഗിയർ ബോക്സ് 6,000. നമ്മൾ എടുക്കുന്ന വണ്ടി കുറച്ച് നല്ല വണ്ടി എടുക്കുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റെനൻസ് കുറഞ്ഞുകൊണ്ട് മീൻസ് നമുക്കൊരു വർഷമെങ്കിൽ അറ്റ്ലീസ്റ്റ് വലിയ മെയിൻ്റെനൻസ് ഇല്ലാത്ത രീതിയിൽ വണ്ടി എടുക്കാം. ഇവിടെ കുറേ ഓൺലൈൻ ഏജൻസികളുണ്ട്, നിങ്ങൾ എന്തായാലും അവർക്ക് സമീപിക്കും. കാരണം അവർക്ക് നിങ്ങളുടെ സ്പോട്ടിൽ വന്നിട്ട് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അദ്ദേഹം എടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അദ്ദേഹം. അപ്പം കഴിഞ്ഞ ദിവസം വന്ന എൻ്റെ വർക്ക്ഷോപ്പിൽ വന്ന ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന വണ്ടി ഗിയർ ബോക്സ് ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം അത് ഓൾറെഡി റീസെൻ്റ് റിപ്പയർ ചെയ്താണ്. അങ്ങനെ റിക്കവറിൽ കൊണ്ടുപോകുന്ന രംഗമാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, ഇത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ പൈസ വേസ്റ്റ് ആവുന്ന തുല്യമാണ്. തീർച്ചയായിട്ടും ഇതേമാതിരി ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.